ഹലോ ഗെയ്സ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭി മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശി കുറേ സ്വർണ്ണം എടുത്ത് അഭിയുടെ കൊടുക്കുന്നുണ്ട്. ഇത് നവ്യമോൾക്ക് കൊടുക്കണം, എന്നിട്ട് ഇതൊക്കെ ഇടിയിച്ച് വേണം മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് പറയും. അപ്പോഴത്തേനും അഭിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതൊന്നും ആവശ്യമില്ലായിരുന്നല്ലോ മുത്തശ്ശിന്ന്. അതൊന്നും സാരമില്ല, അത് നയന മോളെക്കാട്ടിലും സ്വർണ്ണത്തോട് ആവേശമുള്ളത് നവ്യയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് നവ്യയ്ക്ക് ഇതെല്ലാം ഇടിയിച്ച് വേണം നീ കൊണ്ടുവരാൻ. പിന്നെ ഇതിനകത്തൊന്നും ഒരു സ്വർണ്ണം പോലും നീ എടുത്തേക്കരുത് എന്ന് പറയും. ഞാനിപ്പോൾ ആ സ്വഭാവമൊക്കെ മാറ്റിയെന്ന് പറയും. നീ നിൻ്റെ ഏട്ടനെയും മുത്തശ്ശനെയും കണ്ട് വളരണമെന്ന് പറയും. മുത്തശ്ശനെ കണ്ട് വളരാം, പക്ഷേ ഏട്ടൻ്റെ കയ്യിലിരിപ്പൊന്നും അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് അതൊന്നും കണ്ട് വളരാതിരിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാ. എന്തായാലും ആദർശിൻ്റെ ഭാഗത്ത് അങ്ങനെ തെറ്റൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് നവിയുടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴത്തേന് സ്വർണ്ണമായിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേന് അഭി ഓർക്കുന്നുണ്ട്, ഇത് 2 ദിവസം മുമ്പ് കിട്ടുമായിരുന്നെങ്കിൽ ഇതിനകത്ത് കുറച്ച് മാറ്റിയിട്ട് വല്ല മുക്കുകൊണ്ടം വെച്ചിട്ട് അവ കൊണ്ട് കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അത് റൂമിലേക്ക് കൊണ്ടുവരികയാണ്. റൂമിൽ വന്നിരുന്ന സ്വർണ്ണം എല്ലാം എടുത്ത് കൈ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് അഭി. ആ സമയത്ത് ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. ജലജയ്ക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഇത് നീ എവിടുന്ന് ഈ സ്വർണ്ണം എല്ലാം കൊണ്ടുവന്ന് ജുവലറിയിൽ നിന്ന് അങ്ങനെ അടിച്ചു മാറ്റിയതാണെന്ന് ചോദിക്കും. പിന്നെ ഇതൊക്കെ പഴയ മോഡൽ സ്വർണ്ണമല്ലേ, അതൊക്കെ നമ്മുടെ ജുവലറിയിൽ ഇല്ലല്ലോ അമ്മ, ഇത് മുത്തശ്ശി തന്നതാന്ന് അവിയേക്ക് കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെയൊക്കെ അവൾക്ക് എന്തിനാ കൊടുക്കുന്നത്? എടാ ഇതിനകത്തുനിന്ന് കുറച്ചൊക്കെ എനിക്ക് തടാന്ന് പറയും. അതെങ്ങനെ ശരിയാന്ന്? നവ്യ വരുമ്പോൾ അതെല്ലാം നവ്യയുടെ ദേഹത്ത് കിടന്നില്ലെങ്കിൽ മുത്തശ്ശി മനസ്സിലാക്കും, അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. ഇവളുമാരെയൊക്കെ കൊണ്ട് മടുത്ത് ഒരു അർഹതയില്ലാഞ്ഞിട്ടും ഇവളുമാർക്കൊക്കെ എന്തുമാത്രം സ്വർണ്ണമാണ് കിട്ടുന്നതൊക്കെ പറയും. അതൊന്നും സാരമില്ലമ്മേ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നവ്യ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്രാവശ്യം ഒരു ഭൂകമ്പം തന്നെ നടക്കും. കാരണം ആദർശിനെ വെറുക്കുന്ന നവ്യ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ജലജയ്ക്കും അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ നീ ശരിക്കും അവളെ സ്നേഹിക്കുമൊന്നും അല്ലായിരുന്നു എന്ന് ചോദിക്കും. പിന്നെ എനിക്കതിനൊന്നും അല്ല സമയം. എന്തായാലും ആദർശിൻ്റെ മേളിൽ ചെളി പുരണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് നേരെ ഉള്ള നന്മയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നവ്യ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും. അമ്മ ഇതൊന്നും കണ്ടും കേട്ടില്ല എന്നുള്ള പരുവത്തിൽ അങ്ങ് നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്ക് അങ്ങ് ആകെ സംശയമാകുന്നുണ്ട്, എന്താ സംഭവം എന്നൊന്നും ഒട്ടും മനസ്സിലാകുന്നുമില്ല എന്ന് ഓർത്തിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയന ഇങ്ങനെ ഇരുന്ന് വിളക്കൊക്കെ മേക്കൊക്കെ വെക്കുമ്പോഴത്തേന് ജലജ അങ്ങോട്ട് വന്നിട്ട് പറയും, നീ ഇതൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ ചില ശൂലങ്ങളൊക്കെ വന്ന് കയറിയിട്ടുണ്ടല്ലോ, അത് കാരണം ഇനി എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുമെന്ന് കണ്ടറിയണമെന്നൊക്കെ. മുത്തശ്ശി അങ്ങോട്ട് വന്ന് വഴക്ക് പറയുന്നുണ്ട്. അപ്പം നീ അപ്പോൾ ആരായിരിക്കും? നീ ആ കുഞ്ഞിനെ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ നിൻ്റെ സ്വഭാവം ഇപ്പോൾ എന്തുമാത്രം മോശമായിട്ട് നീ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയും. അന്നേരത്തേന് മുത്തശ്ശിയോടും ജലജ വഴക്കുണ്ടാക്കുന്നുണ്ട്. എനിക്ക് വല്ലതൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ലെന്ന്. ഉടനെ നയനെ പറയും, അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കും കുറച്ച് പറയാനുണ്ടെന്ന് പറയുമ്പോഴത്തേന് ജലജ അങ്ങ് അടങ്ങുന്നുണ്ട്. എന്തായാലും കുഞ്ഞും നവിയെ ഇങ്ങ് വരുമല്ലോ, അന്നേരത്തേന് ഈ കൊച്ചിനെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ കാണിക്കാതിരുന്നാൽ മതി, പിന്നെ അതൊരു പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് ജലജ അങ്ങ് പോയി കഴിയുമ്പോഴത്തേന് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ അവളൊന്നും ഒരിക്കലും നന്നാകത്തില്ല, അതുകൊണ്ട് മോള് അതൊന്നും ശ്രദ്ധിക്കേണ്ട, പെട്ടെന്ന് ഒരുങ്ങി പോകാൻ നോക്കാൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ ചന്തുമോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇനി നയനയുടെ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഈ കുഞ്ഞിനെ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അതെന്തായാലും ഇപ്പോൾ അവരിതൊന്നും അറിയണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം, അതുകൊണ്ട് കാണിക്കണ്ട എന്ന് പറയും. എന്നാലും എന്തെങ്കിലും അറിയിക്കണ്ടേ അച്ഛാ എന്ന് പറയുന്നുണ്ട്. നിനക്ക് നിൻ്റെ മകനെ വിശ്വാസമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്ന് ആ സ്പോട്ടിൽ പോയ സമയത്ത് ശരിക്കും ആദർശിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് ആദ്യമായിട്ടാണ് അനഘയെ പെൺകുട്ടിയെ കാണുന്നത് തന്നെ എന്ന് പറയും. പിന്നെ എങ്ങനെയാണ് അവൻ്റെ പേര് അവിടെ വന്നെന്നൊക്കെ ചോദിക്കും. അതൊക്കെ ചില എന്തോ ചെയ്തതാണ്, അതിലെന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നയന മോള് പോലും ആദർശിൻ്റെ ഒപ്പം നിന്നത് നീ മാത്രമേ ഉള്ളൂ സ്വന്തം മകനെ വിശ്വസിക്കാതിരുന്നെന്നൊക്കെ പറയും. എന്നാൽ അവനത് തെളിയിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതെല്ലാം ഇപ്പം തെളിഞ്ഞ് വന്നോളും എന്നൊക്കെയാണ് മുത്തച്ഛൻ പറയുന്നത്. നയന വിശ്വസിച്ച പോലെ നിനക്ക് നിൻ്റെ മകനെ വിശ്വസിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയാണ് മുത്തശ്ശൻ ദേവയാനിയെ. എന്നിട്ട് പറയും, അവനൊരു തെറ്റും ഒരിക്കലും ചെയ്യില്ല, അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാനും അവനും ആ സ്പോട്ടിൽ വെച്ച് ശരിക്കും കുഞ്ഞിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് മാത്രമാണ് കൊണ്ടുപോകുന്നത്. നീ ചെന്ന് ഇവളുടെ കുഞ്ഞിൻ്റെ അമ്മയെ ഒന്ന് കാണേണ്ടതായിരുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ കുട്ടിയെ കാണണ്ടെന്നൊക്കെ ചോദിക്കും. അനഘ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്, അതിന് ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് അവളെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയും.
അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ദേവയാനിക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. നവിയും കുഞ്ഞിനെയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നവിയുടെ വീട്ടിൽ നടക്കുന്നത്. അപ്പം കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴത്തേന് കനക പറയുന്നുണ്ട്, മോനെ ഇനി എങ്ങനെയാണ് കാണാതിരിക്കുന്നത് അമ്മ, എനിക്കിങ്ങനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറയും. അന്നേരത്തേന് ഉടനെ നവ്യ പറയും, കുഞ്ഞിൻ്റെ കാര്യമൊക്കെ കുഴപ്പമൊന്നുമില്ല, ചെല്ലുകയും കാണിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അവിടെ വന്നു കഴിയുമ്പോൾ പലതും കണ്ടു കഴിയുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഹൃദയം തകർന്നു പോരുമെന്നൊക്കെ പറയും. എന്താ അവിടെ കാര്യം, എന്തോ ഉണ്ടല്ലോ നിങ്ങളിങ്ങനെ ഒക്കെ പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനക. ആദർശമോൻ എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നിയായിരുന്നു, പക്ഷേ നയനമോൾ എന്നോടൊന്നും പറഞ്ഞുമില്ല. നിന്നോട് നയനമോൾ വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കും. അവളതങ്ങനെ, അവൾ എന്തുണ്ടെങ്കിലും അങ്ങ് മനസ്സില്ല അങ്ങ് അടക്കി വെച്ച് സഹിച്ചോളുമല്ലോ, പക്ഷേ ഞാനെങ്ങാനുമായിരുന്നെങ്കിൽ ഇതൊന്നും സഹിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് നവ്യ. അന്നേരത്തേന് ആകെ ടെൻഷനാകുകയാണ് കനകയ്ക്ക്. എന്തുണ്ടെങ്കിലും തുറന്നു പറയാനൊക്കെ പറയാണ്, അത് ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് നവ്യയും കനകയോട് പറയും. അവളായതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സഹിച്ച് ആദർശിൻ്റെ കൂടെ താമസിക്കുന്നത്. അഭിയെക്കാട്ടിലും സ്വഭാവ ദൂഷ്യമുള്ളവനാണ് ആദർശ്. അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ വേണ്ടാത്ത സ്വഭാവങ്ങളും അവിശുദ്ധ ബന്ധമൊക്കെ സഹിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു കൊടുക്കുന്നുണ്ട് നവ്യ. അന്നേരത്തേന് ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് കനക.